ഹലോ, അമ്മുവിൻ്റെ ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വൈകിട്ട് ചോറ് കഴിക്കാനായിട്ട് ഞാൻ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിയും വെച്ച് ചെറിയ കുഞ്ഞു മത്തി ഉണ്ടല്ലോ, മത്തി ഇവിടെ വറക്കാനാണേ പോകുന്നത്. ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് ഞാൻ ചെത്തിക്കൊണ്ടിരിക്കുവാണേ. ഇന്നിവിടെ ഭയങ്കര മഴയായിരുന്നു കേട്ടോ. പത്തനംതിട്ട ജില്ലയിൽ ഇന്ന് ഭയങ്കര മഴയായിരുന്നു. കേരളത്തിലെ എല്ലാ ജില്ലകളിലും മഴയായിരുന്നു എന്നാണ് തോന്നുന്നത്. വൈകിട്ട് ചൂടോടെ ഒരു കൂട്ടാൻ വെക്കാമെന്ന് വിചാരിച്ചു. നിങ്ങളോടുള്ള വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ലൈവ് വരുന്നത് കൊണ്ടേ കുറച്ച് ചമ്മലും നാണക്കേടൊക്കെ ഒഴിവായി. അപ്പോൾ ഒരു ലോങ് വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എന്താണ് നിങ്ങളുടെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ സുഖമാണ്. എല്ലാവരും കൂടെ ഇത്രയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് 1K കഴിഞ്ഞു കേട്ടോ സബ്സ്ക്രൈബേഴ്സ്. പിന്നെ ഒരു 2 ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുണ്ട്, ഒരു സവോള എടുത്തിട്ടുണ്ട്. ചൂടോടെ മഴയൊക്കെ ആകുമ്പോൾ ചൂടോടുള്ള കൂട്ടാനൊക്കെ കൂട്ടി ചോറ് കഴിക്കാനൊരു രസമുണ്ടല്ലോ. ഇതൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കൂട്ടാനുകളാണല്ലോ, അതിനാണല്ലോ കൂടുതൽ ടേസ്റ്റ്. സവോള അരിഞ്ഞ് കണ്ണു നിറും. ഉരുളക്കിഴങ്ങും സവോളയൊക്കെ ഇങ്ങനെ ഞാൻ കഷ്ണിച്ചിട്ടുണ്ട് കേട്ടോ. ഉരുളക്കിഴങ്ങ് ഇങ്ങനെ മാത്രമല്ല, നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞിട്ട് വേണമെങ്കിലും മെഴുക്കുവരട്ടി വെക്കാൻ നല്ലതാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അരിഞ്ഞെടുക്കാം. അപ്പം ഞാനിതൊന്ന് കഴുകിക്കൊണ്ട് വരട്ടെ, നല്ല വൃത്തിക്ക് കഴുകിയിട്ട് വരട്ടെ. അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങ് കഴുകി എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം കേട്ടോ. ഉപ്പും ചേർത്ത് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ചെടുക്കാമേ. ഒന്ന് വെന്ത് വരുമ്പോഴത്തേന് നമുക്ക് ഈ മീനും കൂടെ ഒന്ന് വറുത്തെടുക്കാം. കുഞ്ഞു മത്തിയാണ് കേട്ടോ, ചെറിയ മത്തി. ഞാനത് അരപ്പൊക്കെ പുരട്ടി വെച്ചിരുന്നതാണേ. ചെണ്ണ ഒഴിച്ച് ചൂടായപ്പം ഞാൻ മീനെല്ലാം കൂടെ പറക്കി അതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. അതിനെ അവിടെ കിടന്ന് പതുക്കെ മുരിഞ്ഞ് വരട്ടെ. ഉരുളക്കിഴങ്ങും വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പം അതിനിവിടെ കുറേ പാത്രങ്ങളുണ്ട് കഴുകാൻ, അതെല്ലാം കൂടി ഒന്ന് കഴുകി വെക്കണം. അപ്പോഴത്തേക്ക് ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് വരും. ഞാനേ കുറച്ച് ഉപ്പ് നീരിനകത്തോട്ടേ ഈ പച്ചമുളകും കൂടെ കീറിയിട്ടിട്ടുണ്ട് വറക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ എൻ്റെ കെട്ടിയവന് ഇത്തിരി ഇഷ്ടമുള്ള സാധനം കേട്ടോ, എനിക്ക് വേണ്ട. ഉരുളക്കിഴങ്ങൊക്കെ തിളച്ച് വേവാറായിട്ടുണ്ട് കേട്ടോ. ഒരു ചീനച്ചട്ടി അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം മല്ലിപ്പൊടി ഇടുന്നുണ്ട്, മുളക് പൊടിയും കൂടി ഇടുന്നുണ്ട്. ചൂടാവുന്നതിന് മുമ്പ് ഞാൻ ഇട്ട് കൊടുത്താണ്, അല്ലെങ്കിൽ ആ പൊടിയും കരിഞ്ഞിട്ട്. വേവിച്ച് വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങ് കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇനി ഇതിവിടെ ഇരുന്ന് അതൊക്കെ ഒന്ന് മുരിഞ്ഞ് വരട്ടെ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. മീൻ നല്ലോണം മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. വൈകിട്ടത്തെ വീഡിയോ ഒരു ലോങ് വീഡിയോ ഇടണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുക്കാം കേട്ടോ. ലോങ് ഉണ്ടെങ്കിൽ ഞാനിത് ലോങ് ആയിട്ടിടില്ല, ഷോർട്ടായിട്ടിടും. അപ്പോൾ ഇതിനി ഇവിടെ കിടന്ന് മുരിഞ്ഞ് വരാം. അപ്പോൾ ഇത് മുരിഞ്ഞ് വരാൻ കുറച്ച് താമസിക്കും കേട്ടോ. നല്ല ചൂടുകെട്ടിയുള്ള പാത്രത്തിലായതുകൊണ്ടേ നന്നായിട്ട് കരിയാതെ നല്ലതായിട്ട് മുരിഞ്ഞ് കിട്ടുമേ. അപ്പോൾ ഇന്നത്തെ അടുത്തിൻ്റെ കൂട്ടാനുകളാണ് ഈ കണ്ടത് കേട്ടോ. വേറെ കൂട്ടാനുണ്ട് ഉച്ചയ്ക്കത്തെ. ഇപ്പം നമ്മൾ പെട്ടെന്ന് ചൂടോട് വെക്കുന്ന കുറച്ച് കൂട്ടാനുകൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇട്ടുള്ളൂ. ടാറ്റാ, ഓക്കെ, ബൈ ബൈ. ഇഷ്ടമാണ് എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ് ചെയ്യണം, കമൻറ്റുകൾ ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, വീണ്ടും ഒരു വീഡിയോയിൽ പിന്നെ കാണാം.